രണ്ടാമത് അങ്ങനെ ഒരു കൊലപാതകവും കൂടി നടന്നിരിക്കുകയാണ്. റസ്മിനെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ജാസ്മിൻ. അപ്പൊ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിവിംഗ് റൂമിൽ ഇരിക്കുന്ന പാരറ്റിനെ റസ്മിൻ ടച്ച് ചെയ്യണം. അങ്ങനെയാണ് റസ്മിനെ കൊലപ്പെടുത്താൻ വേണ്ടി ബിഗ് ബോസ് ടാസ്ക് കൊടുത്തിരുന്നത്. ജാസ്മിൻ അപ്പോൾ ആ സംഭവത്തിൻ്റെയൊക്കെ ഫ്രണ്ടിൽ പോയി ഇന്ന് റസ്മിനായിട്ട് സംസാരിക്കും, ദേ ഇതിനെ നോക്കിയേ അതിനെ നോക്കിയെന്നൊക്കെ പറഞ്ഞൊക്കെ ഓരോന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ റസ്മിൻ അതൊന്നും വലിയ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പല കാര്യങ്ങളും ഇവിടെ ഇരിക്കുന്നത് നമ്മളെപ്പോലെ അല്ലേ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് റസ്മിനൊന്നും വലിയ മൈൻഡ് ആക്കുന്നില്ല. എന്തെങ്കിലും കളിക്കാന്നൊക്കെ പറഞ്ഞാണ് റസ്മിൻ അവിടെ ഇരിക്കുന്നത്. അതിനുശേഷം ജാസ്മിനും റസ്മിനും അവിടെ നിന്ന് വർത്താനം പറഞ്ഞിട്ട് ജാസ്മിൻ റസ്മിനെ പിടിച്ചു വലിച്ചുകൊണ്ട് ഇങ്ങനെ പോവാൻ നോക്കും. ആ പിടിവലിയുടെ ഇടയ്ക്ക് പെട്ടെന്ന് തന്നെ ജാസ്മിൻ റസ്മിന്റെ കൈ പാരറ്റി തൊടിപ്പിക്കുകയാണ്. റസ്മിൻ അങ്ങനെ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അർജുന ഡൗട്ട് ഉള്ളതുകൊണ്ട് ശ്രീതു അപ്പോൾ അർജുന്റെ പുറകെ തന്നെയാണ് ബാത്റൂമിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് പറഞ്ഞു ഫോൺ ഈ ഒരു സാഹചര്യത്തിൽ ജാസ്മിന് കൈമാറിക്കോളാൻ. അങ്ങനെ ജാസ്മിന് അപ്പോൾ അർജുൻ ഫോൺ കൊടുക്കുകയുണ്ടായി. പിന്നെ ലൈവിൽ അപ്പോൾ റസ്മിനെ കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് ബിഗ് ബോസ് വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് എന്ന് വെച്ചാൽ പുറത്തെ കാര്യങ്ങളൊന്നും തന്നെ പറയാൻ പാടില്ല. അവിടെ 6 കണ്ടസ്റ്റൻസ് ഇപ്പോഴും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിനാലെ വീക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പുറം ലോകവുമായി ഒരു ബന്ധവുമില്ല. അവരുടെ ഗെയിം സ്പിരിറ്റ് കളയരുതെന്നൊക്കെ പറയുകയുണ്ടായി. റസ്മിൻ ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ എന്തായാലും പുറത്തിറങ്ങുമ്പോൾ സന്തോഷിക്കും, നിനക്ക് ഒരുപാട് പേരുണ്ടെന്നല്ല, അതാണ് കുറച്ച് പേര് നിന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ റസ്മിൻ പറഞ്ഞു ഞാൻ മോട്ടിവേഷനാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. അതൊന്നും മോട്ടിവേഷൻ അല്ല, അതൊക്കെ വിവരങ്ങൾ കൈമാറുന്നത് തന്നെയാണ്, അതൊന്നും ഇവിടെ പറ്റില്ല എന്നപ്പോൾ ബിഗ് ബോസ് പറയുകയുണ്ടായി.